കാര്യട്ടാ കളവുണ്ടോ എന്താ ഒരു മാങ്ങ മാങ്ങ ആരോട് ചോദിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്? ആരോട് ചോദിച്ചിട്ടാണ് ഗേറ്റ് കിടന്നത്? കടന്നു പോണ് എന്ത് കടന്നു പോണ എടാ മാങ്ങൊക്കെ എന്താ ചെറുതായി വന്ന് തുടങ്ങിയല്ലോ അതിന്റെ മുമ്പ് എടാ വളപ്പെന്ന് പോണ ആകെ 4 കണ്ണിയാകണ്ട അതിന്റെ മുകളിൽ അതിന്റെ പപ്പത്തിന് എറിഞ്ഞു കാണിക്ക ഇത്ര പോരിലടാ പോത്തഞ്ചി കുട്ടിയെ മോനെ ഞാൻ രാമകൃഷ്ണന്റെ മോനല്ലേ? എന്തിനാടാ ഈ മനുഷ്യപ്പറ്റില്ലാത്തവരുടെ തൊടിയിലൊക്കെ കയറിയിട്ട് മാങ്ങ ഇറക്കാൻ നിൽക്കണ്? അനക്ക് മാങ്ങ വേണമെങ്കിൽ എന്റെ വീട്ടിൽ വന്നിട്ട് വേണ്ടത് പൊട്ടിച്ചിട്ട് വെക്കടാ. അവിടെ പോയി തിന്നോ. അവന്റെ വീട്ടിൽ മുഴുവനെ മാങ്ങേ ഒരുപാടുണ്ട്. ഒക്കെ കെട്ടിയിട്ട് കൊണ്ടുപോകുന്ന ചിലരുടെ വിചാരം മരിച്ചു പോകുമ്പോ. ഈ മതിൽ ഞാൻ കെട്ടാൻ നിന്നപ്പോഴേ തടുക്കാൻ നിന്നവരാ ചിലര്. അവസാനം അളന്ന് നോക്കിയപ്പോ ഇതിന്റെ മതിലൊക്കെ അവനവന്റെ സ്ഥലത്താ കെട്ടുക. മതിലൊക്കെ അവനവന്റെ സ്ഥലത്ത് കെട്ടണം. ആരേട്ടതിനെ എങ്ങനെ സഹിക്കുന്നു? ചത്തു മുമ്പ് എനിക്ക് കുറെ മാങ്ങയും കൂടി കൂടെ കൊണ്ടുപോകാൻ പറ്റിച്ചിട്ടാണ് തോന്നുന്നു. മനുഷ്യ പറ്റില്ലാത്ത അത് ഇവിടെ വേണ്ട. അവനവന്റെ സ്ഥലത്താണ് മതിലൊക്കെ കെട്ടേണ്ടത്. എടാ അവനവന്റെ സ്ഥലത്തല്ലേ മതിൽ കെട്ടേണ്ടത്. എന്താച്ചാ കള്ള കഴിവേറുകള് മാങ്ങ അറിയാൻ വേണ്ടി വന്നിരിക്കണേ. നമ്മുടെ മറ്റേ മുടിയാ ആ മുടിയില്ലടാ എന്റെ കൂടെ നടക്കണേ. അവൻ അങ്ങോട്ട് പോണുണ്ട്. അവൻ വന്നിട്ട് വാങ്ങറിയായിരുന്നത്. ശരി അതാ ഞാൻ വിളിച്ചിട്ട് നിന്നില്ല അവൻ. ഇനി ഒറ്റാൾ ഇവിടെ കയറണ്ട. ഇവിടെ സമ്മതം ചോദിക്കാതെ ഒരാളും ആ പടി ഇങ്ങോട്ട് കയറണ്ട. ഓനോടൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തടാ. പോട്ടെ എന്ത് പോട്ടെ. വേറൊരാള് പറയാണ് മതില് കെട്ടാൻ നമ്മൾ സ്ഥലം കൊടുത്തില്ലാന്ന്. മതിലൊക്കെ അവനവന്റെ സ്ഥലത്ത് കെട്ടണ്ടേ. അത് ചില ആളുകൾക്ക് പിടിച്ചില്ലാന്ന്. പിടിക്കാത്തവർക്ക് പിടിക്കണ്ടടാ. അവനവന്റെ സ്ഥലത്താ മതിൽ കെട്ടേണ്ടതേ അല്ലേ. നമ്മള് 2 സെന്റ് വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ വലിയ ആളായി നമ്മള്. അങ്ങനെ ഇപ്പൊ ഞങ്ങൾക്ക് ആൾക്കാരാവണ്ട. അങ്ങനെ വിടാനൊന്നും പറ്റില്ലേ. എന്തിനാ സൂതേട്ടാ അവിടെ വന്ന് കയ്യും കലാശവും കാണിച്ചിട്ടല്ലേ അച്ഛന് പ്രാന്ത് കയറണത്? എടാ പ്യാരിമോനെ ഞാനടാ നിന്റെ തന്തയ്ക്ക് വയസ്സാവും തോറും പ്രാന്ത് കൂടിയിരിക്കണം. ഒന്നും അടങ്ങിയിരിക്കാൻ പറ. നീ ഉറക്കം പറഞ്ഞടാ. കൊല്ലം എത്ര ചെയ്ത് തുടങ്ങിയിട്ട് നിങ്ങൾ തമ്മില് അയൽവക്കല്ലേ? മരിച്ച ഓടിക്കൂടുന്ന ആളുകളല്ലേ നമ്മള് മനുഷ്യരല്ലേ? എത്ര ഇത് കേട്ടിരിക്കുക. ഒന്ന് ഒതുങ്ങിയിരിക്കാൻ പറയട്ടെ. എത്ര കാലമായി സൂതേട്ട ഒന്നും മാനോ മര്യാദ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ഞാനാണോ? നേരെ നോക്കിയാ കീരിയും പാമ്പാണ് രണ്ടാളും. അച്ഛനും മിണ്ടാതിരുന്നോടെ.